നമസ്കാരം. തൃക്കേട്ട നക്ഷത്രക്കാരുടെ 1200 ആണ്ട് പുതുവർഷ ഫലമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഓരോ വയസ്സിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, വന്നു ചേരുന്നതായ സൗഭാഗ്യങ്ങൾ, ഇതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. ആദ്യം 8 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാരായ കുട്ടികളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം പരാമർശിക്കുന്നത്. ഈ വർഷം 1200 ആണ്ട് സന്തോഷകരമായ കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക്, ഈ കുട്ടികളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭകരമായ വാർത്തകൾ തേടിയെത്തുക, അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആരോഗ്യപരമായി അല്പം പുരോഗതി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വന്നു ചേർന്നു എന്ന് വരാം. രോഗങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും താരതമ്യേന അല്പം കുറവായിരിക്കും. മറ്റുള്ളവരെക്കാൾ, സമപ്രായരേക്കാൾ ബുദ്ധി ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. സംസാരത്തിലും ഇവരുടെ പ്രവൃത്തിയിലും അത് പ്രകടമാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഇത്. അതിനാൽ മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നും വിധം ഇവർ പ്രവർത്തിക്കും എന്ന കാര്യവും ഓർക്കുക. വിദ്യയിൽ ഉയർച്ച നേടുവാൻ അല്പം പ്രയാസങ്ങൾ, അല്ലെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു, അഥവാ ഈ കുട്ടികൾക്കുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഈ വർഷം വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ഒരു വർഷമാണ് എന്ന് നിസ്സംശയം പറയാം. ഏവരെയും തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നതായ വ്യക്തിത്വം, പ്രവർത്തനങ്ങൾ അഥവാ പ്രവൃത്തി ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ്. അതിനാൽ ഏവരെയും ആകർഷിക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് വിജയം, ധനം എന്നിവ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. അതായത് മാതാപിതാക്കൾക്ക് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ഇവർക്ക് നൽകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം സംഗീതം, എഴുത്ത് എന്നിവയിൽ പ്രത്യേകമായ കഴിവ് ഈ കുട്ടികൾ പ്രകടിപ്പിക്കുന്നതായിരിക്കും. അതിനാൽ തന്നെ ഇവർക്ക് വളരെയധികം പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ സമ്മാനങ്ങൾ, മറ്റു രീതിയിലുള്ള പ്രശംസ, അംഗീകാരങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം ജലദോഷം, പല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഇത്തരം രോഗങ്ങൾക്കാണ് സാധ്യത പൊതുവെ കൂടുതൽ. കൂടാതെ ഈ സമയം അഭിനയത്തിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഈ കുട്ടികൾക്ക് വന്നു ചേരും. സാഹസികതകളിൽ ഇവർ ഏർപ്പെടുവാൻ, സാഹസികപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭകരം എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ പിണയുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ മാതാപിതാക്കൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർ വിഷ്ണു ഭഗവാനെ നിത്യവും ഭജിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷം പ്രത്യേകിച്ചും ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. 16 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ജാഗ്രത അല്പം പുലർത്തേണ്ടതായ സമയം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജാഗ്രത നിങ്ങൾ പുലർത്തണം. രോഗങ്ങൾ വന്നു ചേരാം. വാഹന അപകടങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അപകടങ്ങൾക്ക് സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മുഖം, പല്ല് എന്നിവയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അഥവാ ചില രോഗങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വെള്ള പുഷ്പങ്ങൾ പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം പരമശിവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരേണ്ടതായ ഇത്തരം ദോഷകരമായ ഫലങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. 36 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം ഈ കാര്യങ്ങൾ സംഭവിക്കാം. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സമയം നോക്കുകയാണ് എങ്കിൽ നടക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ വിവാഹം കഴിഞ്ഞവരാണ് എങ്കിൽ ദാമ്പത്യത്തിൽ കലഹങ്ങൾക്കുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു.
അതിനാൽ അത്തരം കാര്യങ്ങൾ അല്പം നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. പ്രശ്നങ്ങൾ രമ്യതയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ പല കാര്യങ്ങളും വഷളാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനക്ലേശങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഈ സമയം ഇഷ്ടദേവതയെ ഭജിക്കുന്നതും ഇഷ്ടദേവതയിൽ അഭയം പ്രാപിക്കുന്നതും ശുഭകരമായി തീരും. എന്നാൽ ഈ സമയം സന്താന ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം സ്വന്തമാക്കുവാനോ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനോ ഈ സമയം സാധിച്ചു എന്ന് വരാം. വിദേശ യാത്രകൾക്കായി അല്ലെങ്കിൽ വിദേശത്ത് ജോലി, പഠനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അത് വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശ യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. ധനലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഉന്നത വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഈ സമയം നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ ഈ വർഷം അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ശരിയായ രീതിയിൽ തന്നെ വിദ്യയിൽ ശോഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉയർന്ന ജോലി ഈ സമയം ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായാണ് എങ്കിൽ പോലും ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് ഇത്. അതിനാൽ ജോലിക്കായുള്ള ശ്രമങ്ങൾ നടത്തുക. അത് വിജയം കാണുവാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രധാനമായും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങളെ വേണ്ടപ്പെട്ടവരെയോ സുഹൃത്തുക്കളെയോ വിശ്വസിക്കുന്നത് മൂലമോ അല്ലാതെയോ ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും 2 വട്ടം നിങ്ങൾ ആലോചിച്ചതിന് ശേഷം ചെയ്യുക. രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്ക് ശോഭിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കല, സാഹിത്യം തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. അവസരങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, പ്രശസ്തി, അംഗീകാരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ഈ സമയം ജീവിത സൗകര്യങ്ങൾ അല്പം വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു. മദ്യപാനം, ചൂതാട്ടം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒഴിവാക്കണം എന്ന് തന്നെ പറയാം. നിയന്ത്രണം പാലിക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് പലവിധ ദുരിതങ്ങൾ വന്നു ചേരുവാൻ അത് കാരണമായി തീരും. അതിനാൽ ഈ സമയം പ്രത്യേകിച്ചും ലക്ഷ്മി ദേവിയെ നിങ്ങൾ ഭജിക്കുക. ലക്ഷ്മി പ്രീതി വരുത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കനകധാര സ്തോത്രം നിത്യവും ജപിക്കുക. അല്പം ദീർഘമായ സ്തോത്രമാണ്. എന്നിരുന്നാലും സമയം കണ്ടെത്തി നിത്യവും ജപിക്കുക. ജപിക്കുന്നതായ അവസരത്തിൽ നിത്യവും ഒരു നാണയം ലക്ഷ്മി ദേവിക്കോ അല്ലെങ്കിൽ വിളക്കിന് മുൻപിൽ സമർപ്പിച്ച് ഈ മന്ത്രം ജപിക്കുക. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. 41 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ കാര്യങ്ങൾ സംഭവിക്കാം. ഉയർച്ച താഴ്ചകൾ വന്നു ചേരാം. സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരും. അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരാം. അപവാദം ഇല്ലാതിരിക്കുവാൻ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുക. കർമ്മരംഗത്ത് ചില തിരിച്ചടികൾക്ക് സാധ്യതകളുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ദേഷ്യം പല അവസരങ്ങളിലും ക്രമാതീതമായി വർദ്ധിക്കുവാൻ, പെട്ടെന്ന് ദേഷ്യം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അത് കുറച്ചില്ല എങ്കിൽ ആപത്താണ്. ആ കാര്യവും ശ്രദ്ധിക്കുക. കുടുംബത്തിൽ കലഹങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. എന്നാൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. വിദേശത്തേക്ക് പോകുവാൻ സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അതിൽ വിജയം കാണും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മാനസികപരമായ പിരിമുറുക്കങ്ങൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. എന്നാൽ ഇഷ്ടദേവതയിലും ഈ സമയം ഭദ്രകാളി ദേവിയെയും നിങ്ങൾ ആരാധിക്കുക. മാറ്റങ്ങൾ വന്നു ചേരും. വിട്ടുമാറാത്തതായ തലവേദന, നേത്ര രോഗങ്ങൾ, നട്ടെല്ലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നട്ടെല്ല് സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത ഈ വർഷം അല്പം കൂടുതലാകുന്നു. അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം. അഗ്നി, വൈദ്യുതി, വീഴ്ച,
വാഹനാപകടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യതകളുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിത്യവും ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. 51 വയസ്സ് വരെ 51 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാനസികപരമായ പ്രശ്നങ്ങൾ 1200-ാം ആണ്ട് ഈ വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ ഇഷ്ടദേവതയെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഉയർച്ച താഴ്ചകൾ വന്നു ചേരാം. സന്തോഷവും ദുഃഖവും വിജയങ്ങളും പരാജയങ്ങളും ഇടകലർന്ന ഒരു ജീവിതം തന്നെ ഈ വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനാൽ ദുഃഖങ്ങൾ വരുമ്പോൾ തളരരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവർ തന്നെയാകുന്നു. സന്താനങ്ങളാൽ നേട്ടങ്ങൾ വന്നു ചേരാം. ആഭരണങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ വാങ്ങുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. അമ്മയിൽ നിന്നും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ധാരാളം സഹായം, പിന്തുണ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് പറയാം. സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അനാരോഗ്യം, അപവാദം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതീവ ശ്രദ്ധ പുലർത്തുക. അടുത്ത ബന്ധുക്കളിൽ നിന്നും ശത്രുത, ചില ചതി പ്രതീക്ഷിക്കാവുന്നതുമാണ്. പുതിയ ഭൂമി ലഭിക്കുക, ലോട്ടറി ഭാഗ്യം വന്നു ചേരുക, പുതിയ വീട് അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നേടുക തുടങ്ങിയ ശുഭകരമായ കാര്യങ്ങളും സംഭവിക്കാം. നിത്യവും പരമശിവനെ നിങ്ങൾ ഭജിക്കുക. ശിവഭജനം മുടങ്ങാതെ ചെയ്യുക. ശിവക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തുക. സാധിക്കാത്തവർ പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം നടത്തുക. പൗർണമി വ്രതം മുടങ്ങാതെ നിങ്ങൾ എടുക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. ഗുണാനുഭവം നിങ്ങൾക്ക് വന്നു ചേരും. 59 വയസ്സ് വരെ 59 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തലയിൽ മുറിവ് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൈകാലുകൾക്ക് ഒടിവ്, ചതവ്, നട്ടലിന് പരിക്ക് തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സാഹസിക പ്രവർത്തികൾ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന സ്ഥാനം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ നേട്ടങ്ങൾ, ലാഭം വന്നു ചേരാം. കൃഷി നാശം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ഈ സമയം പ്രത്യേകിച്ചും ഹനുമാൻ സ്വാമിയെ നിങ്ങൾ ആരാധിക്കുന്നതും മുരുകസ്വാമിയെ അഥവാ സാക്ഷാൽ വേൽമുരുകനെ ആരാധിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക. 76 വയസ്സിന് ശേഷമുള്ള വ്യക്തികൾക്ക് ഈ കാര്യങ്ങൾ സംഭവിക്കാം. എല്ലിനും പല്ലിനും പൊട്ടലുകൾ, ഉദരസംബന്ധമായ രോഗങ്ങൾ, ചെവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട രോഗം, കഷ്ടതകൾ, ദുരിതങ്ങൾ, ശസ്ത്രക്രിയ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ വേണ്ടപ്പെട്ടവർക്ക്, അതായത് പ്രധാനമായും ബന്ധുക്കളിൽ ചിലർക്ക് ദേഹവിയോഗം അഥവാ മരണം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ദൂരദേശ യാത്രകൾക്ക് സാധ്യതകൾ കൂടുതലാണ്. പങ്കാളിക്ക് രോഗസാധ്യത അല്പം കൂടുതലാകുന്നു. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അംഗീകാരങ്ങൾ തേടിയെത്താം. കൂടാതെ പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഈ നിമിഷം പ്രതീക്ഷിക്കാതെ ധനപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഇത്തരത്തിൽ ശുഭകരവും അതേപോലെ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളുണ്ട്. അതിനാൽ ഈ വർഷം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പരമശിവന് വെള്ളപുഷ്പം സമർപ്പിക്കുന്നതും ശിവക്ഷേത്രത്തിൽ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാര വഴിപാടും നടത്തി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും.